നമ്മളെ അടുത്തൊരു പയ്യനുണ്ട്, ഇച്ചിരി പ്രശ്നക്കാരൻ ചെറുക്കനാ, ഇച്ചിരി തരികട പരിപാടിയാക്കി കുനിഞ്ഞ് എന്നാ പുടുക്കടിച്ചോണ്ട് പോകുന്നവനാ. അവനും കാണും ഈ വീഡിയോ. അവനെ കുറിച്ച് നല്ല മതിപ്പുള്ളവനാ. ഇവൻ നോമ്പ് മുറിക്കാൻ എന്നെ വിളിച്ചു. അപ്പം ഇവനായതുകൊണ്ട് എനിക്കൊരു ഞാൻ പിന്നെ വരാളിയാ വരാടാ എന്ന് പറഞ്ഞു. ഞാൻ പോണോന്ന് ഇരുന്നല്ല, പക്ഷെ മറ്റ് സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് അവിടെ എത്തിച്ചേരേണ്ടതായിട്ട് വന്നു. നമ്മളെ ആ പാട്ടൊക്കെ കണ്ടായിരുന്നോട്ടെ നമ്മളെ. അത് ബ്രോ നോമ്പ് കഴിഞ്ഞിട്ട് കാണാമെന്ന് മനസ്സിലായില്ല. നോമ്പ് കഴിഞ്ഞിട്ട് കാണാം, ശരി ഫൈൻ. അപ്പം നമുക്ക് കഴിക്കാനായിട്ട് ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇവൻ കഴിക്കുന്നത്, ഇവന്റെ ഉമ്മ അവരൊക്കെ കഴിക്കുന്നത് കഞ്ഞിയാണ്. എനിക്കത് അത്ഭുതമായിട്ട് തോന്നി. അപ്പൊ ഞാൻ ചോദിച്ചതാ ഇത് കഴിയടാ. അത് ബ്രോ നിങ്ങൾ കഴിക്കി, നമ്മള് ഇങ്ങനെ ഇതാണ് ഇതിന്റെ ശരി, ഞാൻ കഞ്ഞി കുടിച്ചോളാന്ന് പറഞ്ഞിട്ട് പച്ചക്കഞ്ഞി അതാണ് അവൻ കഴിച്ചത്. അപ്പൊ ഞാൻ ആലോചിക്കുക, അവനെ ഞാൻ ഒരു വ്യക്തിയെ അവന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അവൻ ചെയ്ത ചില കാര്യങ്ങൾ പോലും ഈ ഒരു മാസത്തിൽ അവൻ വളരെ നീറ്റായിട്ട് അവനെ കൊണ്ട് അത് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കും എടുക്കണം ഒരു ദിവസം നോമ്പ്. പക്ഷെ ഞാൻ ഇതിനു മുമ്പ് നോമ്പൊന്നും എടുത്തിട്ടില്ല. പക്ഷെ അവൻ ഈ മാറ്റം വളരെ എന്താ പറയുന്നത്, നയം ലയം, വളരെ എന്താ പറയുന്ന ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത ഒരു ജീവിതം. കിടക്കുന്ന തറയിലാണ് അവന് കട്ടിലുണ്ടായിട്ടും. അപ്പൊ അത് എന്നെ വല്ലാതെ, എനിക്ക് വല്ലാത്ത ഒരു ഇതുണ്ടായി. ലയം, താളം, മധുരം, ഇത് നമ്മുടെ പ്രിയപ്പെട്ട വിക്കി തഗ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ യുവാക്കളുടെ മനം കവരുന്ന ഭയങ്കര രസികനായ ആളാണ് അദ്ദേഹം. തന്റെ കൂട്ടുകാരനെ കുറിച്ച് ആദ്യം പറഞ്ഞ വർത്താനം കേട്ടപ്പം ഒരു നിമിഷം നമ്മളൊക്കെ ഒന്ന് ചിരിച്ചു കാണുമല്ലേ. പക്ഷേ രണ്ടാമത് പറഞ്ഞത് കേട്ടപ്പോൾ ഒരു അല്പസമയത്തെങ്കിലും നിങ്ങളുടെ ഹൃദയം ഒന്ന് നിശ്ചലമായി കാണും. നിങ്ങൾ കാതൊന്ന് കൂർപ്പിച്ചു കാണും. നിങ്ങളുടെ ഹൃദയത്തിലൂടെ എന്തോ ഒരു വൈദ്യുത തരംഗം ഇങ്ങനെ കടന്നുപോയി കാണുമല്ലേ. മനുഷ്യരുടെ മാറ്റം സ്വയമേ മാറുന്നു എന്ന് മാത്രമല്ല, അവരുടെ മാറ്റം കണ്ടിട്ട് മറ്റുള്ള മനുഷ്യരുടെ മനസ്സിൽ പോലും പരിവർത്തനം ഉണ്ടാകുകയാണ്. അവർ കണ്ണ് നിറഞ്ഞു പോവുകയാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം ഉണ്ടായി. ഞാനിപ്പോ ഇതിവിടെ പങ്കുവച്ചതേ, ഒരു സാധാരണക്കാരനെ, ഒരു അറിവില്ലാത്തൊരു ചെറുപ്പക്കാരൻ അവന്റെ ജീവിതത്തിലുണ്ടായ മാറ്റം കണ്ട് മറ്റൊരുത്തന്റെ മനസ്സിൽ അതിന് സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പോസിറ്റീവ് പോലെ തന്നെയാണ് നെഗറ്റീവ്. നമ്മൾ ഓരോ വ്യക്തിയും ഒരു ദർശനത്തിന്റെ പ്രതിനിധികളാണ്. കഴിഞ്ഞ ദിവസം പങ്കുവച്ച വീഡിയോയുമായി ബന്ധപ്പെട്ട് പലർക്കും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ടായി. എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് ആരോടും വൈരാഗ്യമില്ല, ആരോടും അന്ധമായ ഒരു വിരോധമില്ല. അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ. സ്നേഹമൊക്കെ അള്ളാന്റെ മാർഗത്തിലുള്ളതും വിരോധവും ദേഷ്യമൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ളത് മാത്രമാണ്. ദീന് കേടുപാട് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പലരോടും വിയോജിക്കുന്നത്. നിങ്ങൾ ഒരു ദർശനത്തിന്റെ പ്രതിനിധികളായി വലിയൊരു സമൂഹത്തിന്റെ ആചാര്യനായി മാറുമ്പോൾ ആ സമൂഹം ഒന്നുമറിയാത്ത പടുജാഹില്യങ്ങളായി എന്തെല്ലാമോ മതത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുമ്പോൾ ഈ മതത്തെ ദൂരെ നിന്ന് കാണുന്ന മനുഷ്യർ അവഹേളിക്കുന്ന കാണുമ്പോൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായ ഒരു വേദന, ഒരു ധാർമ്മിക രൂക്ഷം പങ്കുവച്ചേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് ഇനിയും അനുസൂതം തുടരാം. നമ്മളൊന്നും ഇതിനകത്ത് ഇടപെടുകയോ ആരുടെയും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒന്നും തടസ്സപ്പെടുത്തുന്നില്ല. നിങ്ങൾക്ക് അതൊക്കെ വാരിക്കൂട്ടാം. കാരണം ഇത് ദുനിയാവാണ്. താഴെ ദുനിയാക്കലിയിൽ ഇത് ദുനിയാവാണ്. ആവോളം വാങ്ങുക, വാരുക, കഴിക്കുക, ഇതിനൊക്കെ ഒരു പരിസമാപ്തി ഉണ്ട്. ആ പരിസമാപ്തി ഒന്ന് നേരത്തെ തന്നെ അതിന്റെ സൂചന എന്ന് തന്നേ ഉള്ളൂ. നമ്മളൊക്കെ ഇത് കഴിഞ്ഞ് ഇതൊക്കെ അവസാനിപ്പിക്കേണ്ട ഒരു സമയം വരും. എല്ലാ പുതിയതിനും ഒരു ആനന്ദം ഉള്ളതുപോലെ ചിലതിൽ ആളുകൾ ഇങ്ങനെ ലഹരി പൂണ്ട് ആനന്ദം പൂണ്ടൊക്കെ ഇങ്ങനെ നിൽക്കും. ഒരു സമയം കഴിയുമ്പോൾ ഇതിനൊക്കെ ഇട്ടിട്ട് പോകും. അപ്പൊ നമുക്ക് നമ്മുടെ ഭൂതകാലത്തെ ഓർത്ത് വലിയ സങ്കടവും വരും. കാരണം അള്ളാഹുവിന്റെ ദീനു വേണ്ടി ചെലവഴിക്കേണ്ട, പടച്ചവന് വേണ്ടി ചെലവഴിക്കേണ്ട സമയങ്ങളെ പല കബളിപ്പിക്കലുകളും പല പ്രകടന പരതകളിലുമായി നമ്മുടെ ജീവിതം വിനിയോഗിച്ചു വന്നൊരു സങ്കടം വരും. നമ്മുടെ ഹാജയും ലക്ഷക്കണക്കിന് വരുന്ന സ്വാത്വികരായ പ്രബോധകരും നടന്നുപോയ മണൽത്തിട്ടയാണത്. അവര് സ്വർഗത്തിന്റെ അനുഭൂതിയും നരകത്തിന്റെ തീക്ഷ്ണതയൊന്നും പറഞ്ഞിട്ടൊന്നുമല്ല ഈ കാണുന്ന വലിയ പാരാവാരങ്ങൾക്ക് പരിവർത്തനം ഉണ്ടായി. ഒറ്റ ദിവസം തന്നെ ലക്ഷക്കണക്കിന് മനുഷ്യന്മാര് ഹാജയിൽ പരിവർത്തനപ്പെട്ടില്ലേ? നോക്കൂ നിങ്ങൾ, മലയാള സാഹിത്യകൃതിയിൽ സുകുമാർ അഴീക്കോടാണ് ആ ഏറ്റവും സർക്കുലേഷനുള്ള പുസ്തകത്തിന് അവതാരിക എഴുതിയത്. അതിൽ കായിക്ക എന്ന അക്ഷരത്തെ ആദ്യം എഴുതിയത് ഹാജ എന്ന പേരാണ്. എങ്ങനെയാണ് ആ നാമം അവിടെ ഉല്ലേഖനം ചെയ്യപ്പെടുന്നത്? തന്റെ ജീവിതത്തിന്റെ മൂല്യമുള്ള ഇടപെടലുകളും സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും കടപ്പാടും അങ്ങേയറ്റം പടച്ചവനോടുള്ള വിധേയത്വവും അതിൽ നിന്നുണ്ടാകുന്ന ആത്മാർത്ഥമായ അർപ്പണബോധവും കൊണ്ട് മനുഷ്യ സമൂഹത്തിൽ എന്നും ഇടംപിടിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതം കൊണ്ട് ഈ ഭൂമികയിൽ നിന്ന് പോകുമ്പോൾ ഒരു കോഴിത്തൂവലെങ്കിലും
ഒരു കോഴി ഒരു കൂട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അത് മാറിയാൽ അതിനെ നമ്മൾ മറ്റൊരു കൂട്ടിലേക്ക് മാറ്റിയാലും അതിന്റെ ഒരു കോഴിത്തോല അവിടെ കിടന്നതുപോലെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നതിനൊരു അടയാളം വേണം. അതിന് നല്ല മനുഷ്യർ സൃഷ്ടിക്കുക നമുക്ക് ഏറ്റവും ഉചിതമായൊരു കാര്യം. നമ്മൾ പൊഴിപ്പിക്കുന്ന കോഴിത്തോലാണ് നമ്മൾ മറ്റുള്ള മനുഷ്യർക്ക് കൊടുക്കുന്ന നന്മയും നമ്മളാൽ മറ്റുള്ള മനുഷ്യർ പരിവർത്തനപ്പെടുകയും ആ മനുഷ്യരിൽ ഉണ്ടാകുന്ന നന്മകൾ അനുസൂദ്യം അന്ത്യനാൾ വരെ നിലനിൽക്കുമ്പോൾ അണമുറിയാത്ത പ്രതിഫലം നമ്മുടെ കവറിലേക്ക് വരും. അല്ലാഹു എല്ലാവരും നന്നാക്കട്ടെ. ആർക്കെങ്കിലും വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിർവ്യാജം മാപ്പ് ചോദിക്കുക.